ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ തന്നെ നാശത്തിനാവും എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥ എന്ന സിനിമ പലരും തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന് തലകുത്തി മറിഞ്ഞിട്ടും ഒരു രക്ഷയിലെ മക്കളെ സിനിമ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് തൃശ്ശൂർ ഐനോക്സ് ശോഭാമാളിലെ ഐനോക്സ് തിയേറ്ററിൽ പോയപ്പോൾ ഒരു 70-80% ഫാമിലിയാണ് തിയേറ്ററിൽ മുഴുവൻ. അത് അവിടുത്തെ ഏറ്റവും വലിയ തിയേറ്റർ, അതായത് ഇതാണ് ഐനോക്സിലുള്ളതിലെ ഏറ്റവും വലുത്. അതിനുള്ളിൽ ഇത്രയും ജനങ്ങൾ ഫാമിലിയായിട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ചാനലിലൊരു വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ തോന്നിയത്. അത് കോഴിക്കോട് നടന്ന മാളിൽ ജനങ്ങൾ ഒഴുകുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ഇത് കാണുക. അപ്പോൾ ഈ സിനിമയെ വടക്കൻ വീരഗാഥയെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട, ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. 36 വർഷത്തിനു ശേഷമുള്ള രണ്ടാം വരവിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് മികച്ച സ്വീകരണം. മലയാളത്തിലെ ക്ലാസിക് ചിത്രം കൂടുതൽ ദൃശ്യ സാങ്കേതിക മികവോടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. മമ്മൂട്ടിയുടെ ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തെ വീണ്ടും തിയേറ്ററിൽ കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ. MTയുടെ മാന്ത്രിക വിരലുകളിൽ വിരിഞ്ഞ ചന്തുവിന്റെയും ഉണ്ണിയാർച്ചയുടെയും ആരോമലിന്റെയും പുനരാഖ്യാനം തിയേറ്ററുകൾ ഇളക്കിമറിക്കുകയാണ്. 36 വർഷത്തിനിപ്പുറവും കാണികൾക്ക് അവിസ്മരണീയ അനുഭവമായി മാറുകയാണ് 4K ദൃശ്യമികവിലും ഡോൾബി അറ്റ്മോസിലുമെത്തിയ പുതിയ പതിപ്പ്. ഒരു വടക്കൻ വീരഗാഥ 4K റീ റിലീസ് മികച്ച തിയേറ്റർ അനുഭവമാണെന്ന് പ്രേക്ഷകർ. സിനിമ കണ്ടിറങ്ങിയ MTയുടെ മകൾ വികാരാധീനയായി. പുതിയ ദൃശ്യാനുഭവമായിരിക്കും. കേൾക്കാനും കാണാനും പുതിയ ടെക്നോളജിയിൽ വരുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന അന്തരിച്ച PV ഗംഗാധരന്റെ കുടുംബവും സംവിധായകൻ ഹരിഹരനും ചിത്രം കാണാനെത്തിയിരുന്നു. പണ്ട് കണ്ട സെയിം സാധനം തന്നെ, ഒരു മാറ്റമില്ല. ക്ലാസിക് നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. വീണ്ടും വന്നതുകൊണ്ട് പുതിയ തലമുറക്ക് കാണാൻ പറ്റി. ഞാൻ അന്നും കണ്ടിട്ടുണ്ട്, വീണ്ടും കണ്ടു. ചരിത്ര വിസ്മയം, അതിഗംഭീരം. ഗംഗേട്ടനെ ശരിക്കും മിസ് ചെയ്തു. ഇങ്ങനെ ഒരു ഇത് പിന്നെയും അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ടാമത് കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അറിയില്ല എത്രത്തോളം അന്ന് കുട്ടിക്കാലത്ത് കണ്ട ഫിലിമാണല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ കുറേ ഇയേഴ്സ് ബാക്ക് കാണുമ്പോൾ ആണ് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇപ്പം മനസ്സിലാവണേ. വളരെ ഗംഭീരം, പുതുമ, എന്നും പുതുമ നിലനിൽക്കുന്ന പടം. S-Cube ഫിലിംസ് ആണ് ചിത്രം റീ റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ എത്തിച്ചത്. വടക്കൻ പാട്ടിലെ വീരേതിഹാസ കഥകളും ചന്തുവിന്റെ മാനസിക സംഘർഷങ്ങളും പകയും പ്രണയവും നിറഞ്ഞ ചിത്രം കാലങ്ങൾക്കിപ്പുറവും പ്രേക്ഷക ഹൃദയങ്ങളിൽ ആവേശം നിറയ്ക്കുന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ് തിയേറ്ററുകളിൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.